എന്താ പെട്ടെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞേ? കാരണമില്ലാതെ ഞാനങ്ങനെ പറയില്ലല്ലോ. ആ, മഹാലക്ഷ്മി എന്താ ഇടയ്ക്ക് കണ്ണനെ വിളിക്കാനുള്ള കാരണം? കണ്ണേട്ടന് എന്തോ ഒരു ആപത്ത് സംഭവിച്ചതുപോലൊരു തോന്നലുണ്ടായി. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ കിടന്ന് വിളിച്ചത്. അപ്പോ മഹാലക്ഷ്മി കണ്ണനും തമ്മിൽ ഞങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരു ബന്ധമുണ്ടല്ലേ? അല്ലെങ്കിൽ കൃത്യസമയത്ത് അങ്ങനൊന്നും കാണില്ലായിരുന്നല്ലോ. അപ്പോ കണ്ണേട്ടന് എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചു. ഒരു മഹാ അത്ഭുതം. എന്താ അനന്തേട്ടാ? എന്താണെങ്കിലും ഒന്ന് തെളിച്ചു പറ. പറയുന്നതിനേക്കാളും നല്ലത് കാണേണ്ട കാഴ്ചകൾ കാണുന്നത് തന്നെയാ. എന്തിനു പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് തുറന്നു പറ. നിങ്ങൾ വാ. സമാനതകളില്ലാത്ത സംഭവങ്ങളാ ഇവിടെ കഴിഞ്ഞു പോയത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. അപകടം പിന്നാലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആ പറഞ്ഞത് ശരിയായിരുന്നു. എന്നാൽ ഇവിടെയും എന്റെ കണക്കുകൂട്ടൽ കുറച്ചൊക്കെ പഴിച്ചുപോയി. വെറുതെ ടെൻഷനാവണ്ട. മഹാലക്ഷ്മി വാ. ലേഖ വാ. ഇവിടെ എന്ത് അത്ഭുതം സംഭവിച്ച? കണ്ണേട്ടന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ. അതിന് കാരണമുണ്ട്. അതെ മഹാലക്ഷ്മി, കണ്ണന്റെ വലതുകാലിലേക്കൊന്ന് നോക്കിയേ. അതെ, സ്വപ്നമൊന്നുമല്ല. ഇവന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങി. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ഇതിനു വേണ്ടിയിട്ടാ. പിന്നെന്തിനാ കരയുന്നേ? കരയട്ടടാ, ഇതേ സന്തോഷക്കണ്ണീരാ. അതെ, ഞങ്ങളിങ്ങോട്ടേക്ക് വരുന്ന സമയത്തും മഹി പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു, കണ്ണേട്ടനെ നിർബന്ധിച്ച് ഞാനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂന്ന്. അത് പറയുമ്പോഴും ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുമെന്ന് മഹി പ്രതീക്ഷിച്ചില്ല, അല്ലേ? ശരിക്കും അത്ഭുതം തന്നെയാ. ആ അത്ഭുതം ഉണ്ടായത് ഒരു ദുരന്തത്തിലൂടെ. എടോ, കൃത്യസമയത്ത് എത്തേണ്ടവർ കണ്ണന്റെ അടുത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ണന്റെ കാൽവിരലുകൾ മാത്രമല്ല, ശരീരവും ചലിക്കില്ലായിരുന്നു. അതെ, കണ്ണനെ കൊല്ലാൻ നോക്കി ഇവിടെ അഡ്മിറ്റായ ഒരു പേഷ്യന്റിന്റെ ബന്ധു